കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 ആദ്യമായി ബഷീർ ദിനപ്പതിപ്പ് അവതരിപ്പിക്കുകയാണ് കിഡ്സ് മലയാളം നിങ്ങൾക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ബഷീർ ദിനം പതിപ്പ്, ആമുഖം, ജീവചരിത്രം, പ്രസംഗം, കുറിപ്പ്, പോസ്റ്റർ, കവിത, ക്വിസ്, കൃതിയും കഥാപാത്രങ്ങളും. ഇത്രയുമാണ് നമ്മൾ ഈ വർഷത്തെ ബഷീർ ദിനപ്പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന വിധത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആമുഖം. മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിലൂടെ ബഷീർ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. ഇമ്മിണി ബല്യൊന്നും, വിശ്വവിഖ്യാതമായ മൂക്കും, പാത്തുമ്മയുടെ ആടും, സ്ഥലത്തെ പ്രധാന ദിവ്യനുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു വായനാനുഭവം തന്നെയായിരുന്നു. ബഷീറിന് മുമ്പോ ബഷീറിന് ശേഷമോ അങ്ങനെയൊരു എഴുത്തുകാരനുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത്രമേൽ മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ ശേഷിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. ഒരേ സമയം 3 പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ലോകം മുഴുവൻ ചുറ്റി ഒടുവിൽ ബേപ്പൂരിലെ മാങ്കോസ്റ്റൈൻ തണലിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ചെടുത്ത ഓരോ കൃതിയും മലയാളിയുടെ അഹങ്കാരമായി മാറി. ജീവചരിത്രം. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി 1908 ജനുവരി 21 അക്ഷരങ്ങളുടെ സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൻകാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പിന്നീട് കണ്ടുകെട്ടി. കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. 1982 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1970, 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം 1987, സംസ്കാര ദീപം അവാർഡ് 1987, പ്രേം നസീർ അവാർഡ് 1992, ലളിതാംബിക അന്തർജനം അവാർഡ് 1992, മുട്ടത്ത് വർക്കി അവാർഡ് 1993, വള്ളത്തോൾ പുരസ്കാരം 1993 എന്നിങ്ങനെയായി
ബഷീറിന് ലഭിച്ചു. 50-ാം വയസ്സിലാണ് ബഷീർ വിവാഹിതനായത്. ഫാത്തിമ ബീവിയാണ് ഭാര്യ. അനീസ്, ഷാഹിന എന്നിവരാണ് മക്കൾ. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. 1994 ജൂലൈ 5 അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു. പ്രസംഗം. ബഹുമാന്യ സദസ്സിന് എൻ്റെ വിനീത നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഗുരുഭൂതരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് അക്ഷരങ്ങളുടെ സുൽത്താൻ, നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം കൊണ്ടാടുവാനാണല്ലോ. ആരായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ? ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച സുൽത്താനായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യ ജന്മത്തെ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച അസാമാന്യ മനുഷ്യൻ. ജീവിത വഴികളിൽ ബഷീറിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴായി വന്നു പോകാറുണ്ട്. ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട്. അത്രത്തോളം സമൂഹത്തിന്റെ ഉള്ളിലെ കടലാഴങ്ങളും മനുഷ്യന്റെ ഉള്ളിലെ തിരയാഴങ്ങളും കണ്ട എഴുത്തുകാരനാണ് അദ്ദേഹം. വർഷങ്ങൾ പലതു കഴിഞ്ഞു. മാംഗോസ്റ്റീൻ മരത്തണലിൽ നിന്ന് ബഷീർ എന്ന കഥാമരം അദൃശ്യമായിട്ട്. മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്നതാണ് ബഷീർ സാഹിത്യം. ബഷീറിയനിസം എന്ന പേരിലും ഈ എഴുത്തുകളെ വിശേഷിപ്പിക്കും. ഹാസ്യത്തിൽ ഒളിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ചുട്ടുപൊള്ളുന്ന ഓരോ വാക്കുകളും. ഹാസ്യം കൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിൽ അതുവരെ ആരും പറയാതിരുന്നവരുടെ കഥകൾ ബഷീർ പറഞ്ഞു തുടങ്ങി. മനുഷ്യരുടെ കഥകളായിരുന്നു അവയെല്ലാം. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാംഗോസ്റ്റീൻ മരച്ചുവട്ടിലെ ആ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ. വായനയുടെ വസന്തം ആസ്വാദകരിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല. മഹാപ്രതിഭയ്ക്ക് പ്രണാമം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. കുറിപ്പ്. വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു. 1994 ജൂലൈ 5 ബഷീർ വിടവാങ്ങിയത്. മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാതെ വിലസിയ ഒരാളാണ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നും അക്ഷര സുൽത്താൻ എന്നുമൊക്കെയുള്ള വിശേഷണങ്ങൾ മലയാളികൾ അദ്ദേഹത്തിന് നൽകി. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിലൂടെ ബഷീർ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. അദ്ദേഹം നടന്ന വഴികളിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് പിന്നീട് കഥകളായത്. എല്ലാ കഥകളും കാലത്തോടൊപ്പം നിന്നു. അനുഭവ സമ്പത്താണ് ബഷീറിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ കരുത്തും കാതലും. ചിരിയും തമാശയും എഴുത്തിൽ എപ്പോഴും ബഷീർ ചേർത്തു നിർത്തി. ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ നോവലും അപൂർവം ചില കഥകളുമൊഴികെ ബഷീറിന്റെ രചനകളിലധികവും ഫലിതം നിറഞ്ഞതായിരുന്നു. ജീവിതത്തെ എപ്പോഴും മന്ദഹാസത്തോടെ നോക്കിയ ബഷീറിന്റെ പാത്തുമ്മയുടെ ആടും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം വായിച്ച് കുഞ്ഞുങ്ങളും മുതിർന്നവരും രസിച്ചു. പ്രേമലേഖനം, ബാല്യകാലസഖി, ശബ്ദങ്ങൾ, ന്റുപ്പുപ്പക്കൊരാനുണ്ടാർന്ന്, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ജീവിത നിഴൽപ്പാടുകൾ, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, മാന്ത്രിക പൂച്ച, ഓർമ്മയുടെ അറകൾ, ആനപ്പൂട, ഭൂമിയുടെ അവകാശികൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, ചെവിയോർക്കുക, അന്തിമകാഹളം എന്നിവയാണ് ബഷീറിന്റെ പ്രധാന കൃതികൾ. പോസ്റ്റർ. ബഷീർ ദിനത്തിൽ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കുറച്ച് പോസ്റ്ററുകളാണ്
നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ആക്കാവുന്നതാണ്. കവിത. അക്ഷര സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ പണ്ടീ നാട്ടിൽ ഉണ്ടാർന്നേ. ചെറുകഥ, നോവല്, നാടകമങ്ങനെ പല പല കൃതികൾ എഴുതിർന്നേ. സോജാരാജകുമാരിമെന്നൊരു പാട്ടും കേട്ട് കിടപ്പാർന്നേ. മാംഗോസ്റ്റീൻ മരത്തിനൊപ്പം കഥകൾ പലതും കേട്ടാർന്നേ. വായിച്ചാലും വായിച്ചാലും തീരില്ല, കൊതി തീരില്ല. ബഷീർ കഥകൾ കേൾക്കാനിന്നും ആളുകളൊക്കെ ക്യൂ ആണേ. നമ്മുടെ കിഡ്സ് മലയാളത്തിൻ്റെ സ്വന്തം കവിതയാണിത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കവിതകൾ ഇവിടെ ചേർക്കാവുന്നതാണ്. ക്വിസ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുവാർത്ത നൽകുന്നവൻ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജാ രാജകുമാരി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണിയമ്മ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ബഷീറിന്റെ ഐരാവതങ്ങൾ. അടുത്തതായി കൃതിയും കഥാപാത്രങ്ങളുമാണ്. കേശവൻ നായർ സാറാമ, പ്രേമലേഖനം. കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ്. എൻ്റെ ഉപ്പുപ്പൊരാനുണ്ടാർന്ന്. മജീദ് സുഹ്റ. ബാല്യകാലസഖി. ബഷീർ നാരായണി. മതിലുകൾ. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ. ആനവാരിയും പൊൻകുരിശും. നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ?